നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നിതിൻ. സോ നമ്മൾ ഇനി സി എ ഫൗണ്ടേഷൻ പേപ്പർ 1 എക്സാം അല്ലെങ്കിൽ സി എ ഫൗണ്ടേഷൻ എക്സാമിന് ഇനി എത്ര ദിവസം ഉണ്ടാവും? 30 ദിവസം ഉണ്ടാവും. നിങ്ങൾക്ക് എഫക്റ്റീവ്ലി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരു 30 ദിവസം എക്സാമിന് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 30 ദിവസം നിങ്ങൾ ഇതുവരെ എങ്ങനെ പഠിച്ചോ അതേപോലെ തന്നെ പഠിക്കാൻ നോക്കുക. പക്ഷെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ അതേപോലെ പഠിക്കാൻ നോക്കരുത്. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കാൻ നോക്കുക. ഈ 30 ദിവസം എങ്ങനെയാണ് നിങ്ങൾ ഇനി ചിലവാക്കാൻ പോകുന്നത്? ജസ്റ്റ് പഠിച്ച കാര്യം തന്നെ പഠിച്ചാണോ അതോ പുതിയ കാര്യങ്ങൾ ഇനി പഠിക്കാൻ നോക്കുമോ? നിങ്ങൾക്ക് കൂടുതലും അഥവാ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിൽ മാക്സിമം ഒരു 2 അവർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അതിലേക്ക് കൊടുക്കുക. പറ്റുന്നതും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കവർ ചെയ്ത ടോപ്പിക് ബേസ് ചെയ്തായിരിക്കണം നിങ്ങൾ കൂടുതലും എഫേർട്ട് ഇടേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടൊരു ഔട്ട്പുട്ട് എക്സാം ഡേയിൽ കിട്ടുകയുള്ളൂ. പിന്നീട് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് മെയിൻലി ഈ ഒരു 30 ദിവസം എന്ന് പറയുന്നത് ടൈം ടു റിവൈസ് ആണ്. നിങ്ങൾ മാരത്തോൺ ലെക്ചേഴ്സ് അല്ലെങ്കിൽ റിവിഷൻ ക്ലാസ്സസ് അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ട ടൈമാണ് ഈ ഒരു 30 ദിവസം. ഇനി മോക്ക് എക്സാംസ് ഏറ്റവും കൂടുതൽ എഴുതേണ്ട ടൈമാണ് ഈ ഒരു ലാസ്റ്റ് 30 ഡേയ്സ്. പല രീതിയിൽ ഇപ്പം നമുക്ക് ICAയുടെ തന്നെ ഇപ്പം മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ PDF വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാനത് തരാം. അപ്പോഴത്തേക്കും മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാ സബ്ജക്റ്റിൽ നിന്നും 10 ടെസ്റ്റ് പേപ്പേഴ്സ് വെച്ചിട്ടുള്ള, എല്ലാ സബ്ജക്റ്റിൽ നിന്ന് വെച്ചാൽ 4 സബ്ജക്റ്റിൽ നിന്നും 10 ടെസ്റ്റ് പേപ്പേഴ്സ് വെച്ചിട്ടുള്ള 1000 മാർക്ക് അല്ലെങ്കിൽ 1200 മാർക്ക് വർത്ത് കണ്ടന്റ് ICA തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങൾ എഴുതി നോക്കുക. മാക്സിമം മോക്ക് എക്സാംസും അതേപോലെ ICAയുടെ മോക്ക് എക്സാംസ് ഇപ്പം വരുന്നുണ്ട്, അത് എല്ലാം എഴുതി നിങ്ങൾ എക്സാമിന് വെൽ പ്രിപ്പയർഡ് ആകേണ്ട ടൈമാണ് ഈ ഒരു ലാസ്റ്റ് 30 ഡേയ്സ്. പിന്നെ ഈ ലാസ്റ്റ് 30 ഡേയ്സിൽ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാത്തൊരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് കോൺഫിഡൻസ്. ഈ ഒരു ലാസ്റ്റ് 30 ഡേയ്സിലാണ് നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് മാക്സിമം കീപ്പ് ചെയ്യേണ്ടത്. ഈ കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതുവരെ നിങ്ങൾ എന്ത് പഠിച്ചോ അതുവരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ പലരും വന്ന് പറയും, നിങ്ങളെ കൊണ്ട് പറ്റില്ല, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമാണ്, 100 പേര് എഴുതിയാൽ 20 പേരെ പാസ്സാകും എന്നൊക്കെ വന്ന് പറയും. പക്ഷേ ആ 100 പേര് എഴുതുമ്പോൾ ആ ഒരു 20ാമത്തെ ഒരാളായിട്ട് നിങ്ങളും മാറണ്ടേ? അതിന് നിങ്ങൾക്ക് ഈ കോൺഫിഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ത്രൂ ഔട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ CA ഫൗണ്ടേഷൻ എക്സാം പാസ്സാവാൻ പറ്റുകയില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടൈം ടു പുട്ട് സെയിം എഫേർട്സ് അല്ലെങ്കിൽ മോർ എഫേർട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനി നിങ്ങളാണെങ്കിൽ ഇതുവരെ എന്ത് പഠിച്ചു അതേപോലെ തന്നെ പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ച കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്, പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവസാനത്തെ 30 ദിവസമാണ് നിങ്ങൾക്കൊരു ചിന്ത വരും, അയ്യോ ഇത് കൂടുതലുണ്ടോ, കുറേ പഠിക്കാൻ ഇനിയുമുണ്ടോ എന്നുള്ളൊരു ചിന്ത വരും. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ പഠിച്ചത് വരെ കളഞ്ഞിട്ട് ഒന്നും പഠിക്കാതിരിക്കും. അതിപ്പം നിങ്ങൾ ചെറുപ്പത്തിലും എക്സാംസിന് എഴുതുമ്പോൾ ഇനി കുറേ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാനൊന്നും പഠിക്കുന്നില്ല, ആ ഒരു തോന്നൽ ഇവിടെ പറ്റത്തില്ല. നിങ്ങൾക്ക് പറ്റുന്ന മാക്സിമം പഠിക്കുക. ഇതുവരെ എന്തുമാത്രം എഫേർട്ട് ഇട്ടോ, കുറച്ച് എഫേർട്ട് ഇട്ടവർ ഇനി എന്തായാലും കൂടുതൽ ഇടണം. അതാണ് മോർ എഫേർട്സ്, അതാ നിങ്ങൾക്കുള്ളതാണ്. അല്ലാത്തവർ ഇതുവരെ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ എഫേർട്ട് ഇട്ട് എക്സാം ടൈം വരെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. നമ്മുടെ ഫസ്റ്റ് എക്സാം എന്നാണ്? 15th May അല്ലേ ഫസ്റ്റ് എക്സാം. അപ്പോൾ 15th May വരെ നിങ്ങൾക്ക് ടൈമുണ്ട്. മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. ഇനി ഈ 15th May അവസാനത്തെ ഒരു 3 ദിവസം, അതായത് 12th, 13th and 14th only study accounts. ഏതാ? അക്കൗണ്ട്സ് മാത്രമേ ആ ഒരു ടൈമിൽ പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും 12th, 13th and 14th എന്തായാലും അക്കൗണ്ട്സ് മാത്രം പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം എന്തുമാത്രം കോൺഫിഡൻ്റ് ആയിരിക്കുമോ അത്രയും നല്ല രീതിയിൽ നിങ്ങൾ അക്കൗണ്ട്സ് എക്സാം എഴുതും. അപ്പോൾ അക്കൗണ്ട്സ് എക്സാമിന് നിങ്ങൾക്കൊരു ബൂസ്റ്റ് കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ, അത് ബാക്കിയുള്ള എക്സാംസിന് നിങ്ങളെ ഈക്വലി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിന്നീട് നമ്മൾ നോക്കേണ്ടത് 10th, 11th and even 9th ആ ഒരു 3 ദിവസം നിങ്ങൾ പറ്റുവാണെങ്കിൽ മാക്സിമം ലോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. ബിസിനസ് ലോയുടെ കേസ് സ്റ്റഡി ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ, എങ്ങനെ ആൻസർ പ്രസൻറ്റ് ചെയ്യണം, ആ ഒരു രീതിയിൽ നിങ്ങൾ മോക്ക് എക്സാംസ് ഒക്കെ എഴുതി നിങ്ങൾ എഴുതി വെക്കുന്ന രീതി കറക്റ്റാണോ എല്ലാം നോക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ബിസിനസ് ലോയ്ക്ക് വേണ്ടിയായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ MCQ പേപ്പേഴ്സ്, ഞാനൊരു സജഷൻ തരാം. നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇനിയുള്ള 30 ദിവസവും എല്ലാ ദിവസവും ഒരു 1 മണിക്കൂർ വെച്ചിട്ട് ഈ MCQ പേപ്പേഴ്സിന് കൊടുക്കുക. മാത്സിന് 1 മണിക്കൂർ,
എക്കണോമിക്സിന് 1 മണിക്കൂർ, അല്ലെങ്കിൽ മാത്സിന് 2 മണിക്കൂർ, എക്കണോമിക്സിന് 1 മണിക്കൂർ, അങ്ങനെ ഒരു 3 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കുക. ഡെയിലി ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി പുതിയതായിട്ടൊന്നും പഠിക്കാൻ നിൽക്കരുത്, ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് തന്നെ ആ ഒരു രീതിയിൽ എഫേർട്ട് ഇട്ട് നോക്കും. നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഫ്രൂട്ട്ഫുൾ എക്സാം ആയിരിക്കും ഈ ഒരു മെയ് 2025 നടക്കാൻ പോകുന്ന CA ഫൗണ്ടേഷൻ എക്സാം. അപ്പോൾ നിങ്ങളാണെങ്കിൽ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് CA ഫൗണ്ടേഷൻ മെയ് 2025 അറ്റംപ്റ്റ് എയ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാപ്തരാകും. അപ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതൊരു ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് ഞാൻ നിങ്ങളെയും കൂടെ ഒന്ന് ബോധിപ്പിക്കാൻ 30 ദിവസമേ ഉള്ളൂ എന്നുള്ളത്. 30 ദിവസം ചില പിള്ളേരാണെങ്കിൽ വിചാരിക്കുന്നത് 30 ദിവസം ഉണ്ടല്ലോ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. 30 ദിവസമേ ഉള്ളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി, ആ ഒരു അർജൻസി, എപ്പോഴും തിടുക്കത്തിൽ കാര്യങ്ങൾ പഠിച്ചു തീർക്കാനുള്ള ഒരു അർജൻസി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കണം. അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു അറ്റംപ്റ്റ് എഴുതാൻ പോകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഞാൻ അതിനെക്കുറിച്ചിട്ട് വീഡിയോസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്രം അറിവ് പ്രോ മലയാളം. ടാറ്റ, ബൈ ബൈ. യെസ്, ഓൾ ദ ബെസ്റ്റ്.